ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആദ്യം തുടങ്ങുന്ന മ്യൂച്വൽ ഫണ്ടിൽ SIP രീതിയിലായിരിക്കും തുടങ്ങുന്നത്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. അപ്പം മിക്ക ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കാണും. പക്ഷേ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ചുകൂടെ ഗ്ലോബൽ എക്സ്പോഷർ നമുക്ക് കിട്ടുന്ന കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ETF എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ പലതരത്തിലുള്ള ETFകൾ നമുക്ക് അവൈലബിൾ ആണ്. ETF എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റിനെ സ്റ്റോക്ക് പോലെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് ഇപ്പോൾ വേണമെങ്കിൽ ഗോൾഡ് ആകാം, സിൽവർ ആകാം, ഡോളർ ആകാം, Nifty 50, Nifty 100 പോലുള്ള ഇൻഡിസസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂബിൾ മെറ്റൽ ആയിരിക്കാം, ഗോൾഡ് സിൽവർ പോലുള്ള മെറ്റൽ ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫണ്ടിനെയോ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതിനാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 4 ETFകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യും, ഗ്ലോബൽ എക്സ്പോഷർ നിങ്ങൾക്ക് തരും, ഇൻഫ്ലേഷനെതിരെയുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരും, പിന്നെ ഒരു സ്മാർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 4 ETFകളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ ETFകൾ തിരഞ്ഞെടുത്തു, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ETFകളും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എത്ര രൂപ വെച്ച് ഞാൻ ഓരോ ETFലും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഓരോന്നിന്റെയും പുറകിലുള്ള ലോജിക് എന്താണ്. സോ സ്റ്റിക്ക് അറൗണ്ട് ടിൽ ദ എൻഡ് ബിക്കോസ് ഐ ഓൾസോ ടെൽ യു ഹൗ ദീസ് ETFs ടുഗദർ ബിൽഡ് എ ബാലൻസ് പോർട്ട്ഫോളിയോ ഫോർ ദ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ETF എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ വളരെയധികം പ്രസക്തിയുള്ള ഒരു ETF ആണ് ഗോൾഡ് ETF. നമ്മളെല്ലാവരും വളരെ സേഫ് ആയിട്ട് കാണുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാതെ ഞാൻ ETF വഴി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഗോൾഡ് ETF എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഗോൾഡിന്റെ പ്രൈസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഫണ്ടിനെയാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ പ്യൂരിറ്റിയെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോറേജ്, മേക്കിംഗ് ചാർജസ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ സ്റ്റോക്ക് പോലെ ബൈ ചെയ്യുക. നമുക്ക് പണത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇതിൽ വിൽക്കണമെന്ന് തോന്നുമ്പോൾ സാധാരണ ഒരു ഡേ ട്രേഡിൽ സ്റ്റോക്ക് വിൽക്കുന്ന പോലെ തന്നെ നമുക്ക് വിറ്റൊഴിവാക്കി പൈസ തിരിച്ചെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇതിന്റെ വില ഇന്റർനാഷണൽ ഗോൾഡിന്റെ റേറ്റിനനുസരിച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിപ്പോൺ ഗോൾഡ് ETF-ലാണ്. നിങ്ങൾ അതിൽ തന്നെ ചെയ്യണമെന്നില്ല, മറ്റൊരുപാട് ഗോൾഡ് ETFകൾ അവൈലബിൾ ആണ്. HDFC ഗോൾഡ് ETF ഉണ്ട്, ICICI പ്രൊഡൻഷ്യലിന്റെ ഗോൾഡ് ETF ഉണ്ട്, SBI ഗോൾഡിന്റെ ETF ഉണ്ട്. ഇനി എന്തുകൊണ്ട് ഞാൻ ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഗ്ലോബൽ ഇൻഫ്ലേഷൻ ആണ്. എപ്പോഴൊക്കെ പണത്തിന്റെ മൂല്യം കുറയുന്നു അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുമോ, പണപ്പെരുപ്പം ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ ഗോൾഡിന്റെ വില മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും നമുക്ക് അങ്ങനൊരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മളിൽ വാല്യൂ ഉള്ള ഒരു സാധനം ഹോൾഡ് ചെയ്യാനും ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം പോർട്ട്ഫോളിയോ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, സ്റ്റോക്കുകളൊക്കെ ഇടിയുമ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇടിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് നിർത്താൻ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ETF ആയിട്ട് ഞാൻ ഗോൾഡ് വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് മുകളിൽ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. പ്ലസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിറ്റൊഴിവാക്കാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. അത് വളരെ വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം ഒരു 20% ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ETF-ലാണ്. റിട്ടേൺ കൺസേൺസ് മാത്രമല്ല സേഫ്റ്റിയും കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ഗോൾഡ് ആക്ട്സ് ലൈക്സ് ആൻ ഇൻഷുറൻസ് പോളിസി ഫോർ മൈ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ETF ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഗോൾഡ് ETF വാങ്ങിക്കാം എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ സ്ഥിരമായിട്ട് ഇത് വാങ്ങിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബ്രോക്കറേജും ഹിഡൻ ചാർജസും ഒക്കെ നിങ്ങളുടെ ഏർണിംഗ്സിനെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ടാക്സിന്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ ബ്രോക്കറേജിന്റെ കാര്യത്തിൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ അനാവശ്യമായിട്ട് കൊടുക്കുന്ന ബ്രോക്കറേജ് ഒക്കെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺസിനെയൊക്കെ നമ്മൾ പോലും അറിയാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ ബ്രോക്കറേജ് ഉള്ള അല്ലെങ്കിൽ സീറോ ബ്രോക്കറേജ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാകുന്നത്. അൺനെസസറി ആയിട്ടുള്ള വലിയ ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സും പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ശൂന്യ എന്ന് പറയുന്ന ബ്രോക്കറിനെ നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ശൂന്യ ആപ്പ് നിങ്ങൾക്ക് ആ ഒരു എഡ്ജ് നൽകുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ന്യൂ വേർഷൻ ട്രേഡിംഗ് ഫാസ്റ്റർ, സിംപ്ലർ ആൻഡ് മോർ എഫിഷ്യന്റ് ആക്കും. ശൂന്യയിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ആൻഡ് FNO ട്രേഡ്സ് പെർ എക്സിക്യൂട്ടർ ഓർഡർ 5 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇക്വിറ്റീസിലും മ്യൂച്വൽ ഫണ്ട്സിലുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സിന് സീറോ ബ്രോക്കറേജും ആണ്. മാത്രമല്ല ഇതിൽ ആനുവൽ മെയിൻ്റനൻസ് ഇല്ല, ഹിഡൻ ചാർജസ് ഇല്ല, എവറിത്തിങ് ഈസ് ഓപ്പൺ ആൻഡ് ക്ലീൻ. നിങ്ങൾ എന്താണ് പേ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനും സാധിക്കും. അപ്പോൾ ഇത് മാത്രമല്ല ETF, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, കമ്മോഡിറ്റീസ്, കറൻസീസ് എന്തും ആയിക്കോട്ടെ, ശൂന്യ brings the entire market into one app. The interface is smooth, execution is fast, and the platform is secure. So beginners will find it easy to use. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ സെക്കൻഡ് ETF-ലേക്ക് പോകാം, സിൽവർ ETF. സിൽവറിൽ ഞാൻ ഏകദേശം ഒരു 10 to 15% ഇടയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സിൽവർ ഗോൾഡിനെക്കാളും വളരെയധികം വോളറ്റൈലാണ്, പെട്ടെന്നാണ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ സിൽവർ എന്ന് പറയുന്നത് നമുക്കൊരു ലോങ് ടൈം അസറ്റ് എന്നുള്ളതിനേക്കാളും കൂടുതൽ
ട്രേഡ് ചെയ്യുന്നവർക്കായിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആകുന്നത്. പിന്നെ ലോങ് ടൈമിൽ സിൽവറിന്റെ വില തീർച്ചയായിട്ടും വർദ്ധിക്കും. കാരണം ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഓർണമെന്റൽ പർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ സിൽവർ എന്ന് പറയുന്നത് വളരെയധികമായിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം സാധനങ്ങളുടെ വളരെയധികം പ്രോഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ കാറുകളുടെയൊക്കെ മാനുഫാക്ചറിങ്ങിൽ പല സ്ഥലത്തും സെമി കണ്ടക്ടേഴ്സിന്റെ മാനുഫാക്ചറിങ്ങിൽ പല സ്ഥലത്തും സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിൽവർ വളരെയധികം റെലവെന്റ് ആണ്. ഭാവിയിൽ സിൽവറിന്റെ വില നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ തന്നെ സാധ്യതയുണ്ട്. പക്ഷേ സിൽവർ ഹൈലി വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ വൺ ടൈം ആയിട്ട് വളരെയധികം ഒരു ഹ്യൂജ് ലംസം ഓഫ് മണി സിൽവറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. സോ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പിന്നീട് അതിനകത്ത് SIP നടത്തി മുന്നോട്ട് പോകാൻ ഞാൻ പറയുള്ളൂ. കാരണം SIP കുറച്ചുകൂടെ സേഫ് ആണ് സിൽവറിന്റെ കേസിൽ. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ETF ആണ് സിൽവർ. മൂന്നാമത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ETF ആണ്. ഇത് നിങ്ങൾ വളരെയധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു ETF ആണ്. എന്നാൽ വളരെയധികം ഗ്ലോബൽ എക്സ്പോഷർ നമുക്ക് തരുന്ന ഒരു ETF ആണ് നാസ്ഡാക്ക് 100 ETF. നാസ്ഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നിഫ്റ്റി 50 സെൻസെക്സ് പോലെ US ഒരു ഇൻഡെക്സ് ആണ് നാസ്ഡാക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ETF ആണ്. കാരണം അതായത് ഭാവിയിൽ ഇനിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വളരെയധികം വളരും. ടെക്നോളജിക്ക് വളരെയധികം സ്കോപ്പ് മുമ്പോട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. അതിന് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടാവില്ല. അപ്പോൾ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, എൻവിഡിയ ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല പ്രോഡക്ട്സിന്റെയും കൂടെ ഒരു സമ്മാണ് ഈ നാസ്ഡാക്ക് 100 ETF എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റോക്കുകളെല്ലാം ഈ ഒരു ETF അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ US സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നാസ്ഡാക്ക് 100 ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ INT മണി ആപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആപ്പിളിന്റെയും എൻവിഡിയയുടെയും മെറ്റ, ഗൂഗിൾ, ടെസ്ല ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളിലും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് അത്രയും ഈസി ആയിട്ട് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ INT മണി ആപ്പിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുക, ശേഷം 1-2 ദിവസം എടുക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മുടെ ആ ഒരു SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഡയറക്റ്റ് ഇത് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നത്. മാത്രമല്ല ഇത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 2 to 4 days എടുക്കും നമ്മൾ ഈ സ്റ്റോക്ക് വിറ്റ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊട്ടും അത്രത്തോളം കൺവീനിയന്റ് അല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ INT മണി ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് വിഡ്രോ ചെയ്തു. എന്നിട്ട് ഞാൻ ആ പൈസ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നാസ്ഡാക്ക് 100 ETF-ലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം വില കുറഞ്ഞ് കിട്ടുമ്പോൾ കുറച്ചൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് SIP ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്ലോബലി ഉള്ള അല്ലെങ്കിൽ US സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഒരു വൈഡ് എക്സ്പോഷർ കിട്ടുകയാണ്. US-ലുള്ള ടോപ്പ് 100 സ്റ്റോക്സ് ആണ് ഈ നാസ്ഡാക്ക് 100 ETF-ൽ വരുന്നത്. അപ്പോൾ അതിന്റെ അലോക്കേഷൻ ഇത് കൂടുന്നതും കുറയുന്നതനുസരിച്ച് അവർ കൃത്യമായിട്ട് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ US സ്റ്റോക്കിന്റെ എക്സ്പോഷർ നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ മോത്തിലാൽ ഓസ്വാലിന്റെ നാസ്ഡാക്ക് 100 ETF ഉണ്ട്, നവി നാസ്ഡാക്ക് 100 ETF ഉണ്ട്, ഇൻവെസ്റ്റോടെ ഉണ്ട്. ഞാൻ പേഴ്സണലായിട്ട് മോത്തിലാൽ ഓസ്വാലിന്റെയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നാസ്ഡാക്ക് 100 ETF-ൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 to 20 ഇതിനിടയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 16% അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു 15 to 20 ഇടയിലാണ് ഞാൻ ഈ നാസ്ഡാക്ക് 100 ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ETF ആണ് ഹാങ്സെങ് ETF. നിങ്ങൾ തീരെ കേട്ടിട്ടുണ്ടാവില്ല ഹാങ്സെങ് ETF എന്നുള്ളത്. ഈ ഹാങ്സെങ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഇൻഡെക്സ് ആണ്. ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഹാങ്സെങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്തിനാണ് ചൈനീസ് ഇൻഡെക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വെക്കണം. ഒരു മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മൾട്ടിപ്പിൾ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. സോ ചൈന എത്രത്തോളം ഫാസ്റ്റർ ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെക്നോളജിയുടെ കാര്യത്തിലായാലും മറ്റ് ഇന്നോവേഷനുകളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം സ്പീഡിലാണ് ചൈന വളർന്നുകൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ പല സെക്ടറുകളിലും US-നെ ചൈന പിന്നിലാക്കും എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ ചൈന പുരോഗമിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഇൻഡെക്സും വളരെയധികം വളരും. അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഹാങ്സെങ് ഇൻഡെക്സിൽ ചൈനയിലെ മേജർ ആയിട്ടുള്ള കമ്പനീസ് ആണുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അലിബാബ, ടെൻസെന്റ്, HSBC, BYD. അപ്പോൾ ഈ ഹാങ്സെങ് ETF-ലും ഞാനൊരു 15% 15% അടുത്ത് 15% താഴെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 4 ETF. എന്തുകൊണ്ടാണ് ഞാൻ ഈ 4 ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഗോൾഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ സിൽവറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈക്ലിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നാസ്ഡാക്ക് 100-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഗ്രോത്തിനൊപ്പം എന്റെ പോർട്ട്ഫോളിയോ വളരാൻ വേണ്ടിയിട്ടാണ്. ഹാങ്സെങ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ ടെക്നോളജി ബേസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇന്നോവേഷന്റെ ഗ്രോത്തിനോടൊപ്പം എന്റെ പോർട്ട്ഫോളിയോ വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4 ETF-കളും കൂടിയിട്ട് വലിയൊരു ഗ്ലോബൽ എക്സ്പോഷറാണ് എന്റെ പോർട്ട്ഫോളിയോയ്ക്ക് തന്നിരിക്കുന്നത്. നമ്മൾ ഏഷ്യയുടെ ഒരു മേജർ പോർഷൻ കവർ ചെയ്തു, US കവർ ചെയ്തു. ഇത് രണ്ടും കൂടിയിട്ട് വളരെയധികം നല്ലൊരു ഗ്രോത്ത്, ഒരു ബാലൻസ് നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് നൽകും. ഇപ്പൊ നിങ്ങളും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എന്റെ പോലെയുള്ള ഒരു ഐഡിയോളജിയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് അതുകൊണ്ട് ഗ്ലോബൽ എക്സ്പോഷറും സ്റ്റെബിലിറ്റിയും
ലോങ് ടൈം ഗ്രോത്തും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 4 ETF-കൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഞാൻ അതിനകത്ത് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെയായിട്ടൊരു ബ്രോക്കറിലൊന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ലോ ചാർജസ് ഉള്ള ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശൂന്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. So, I hope you find this video helpful. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.